നീ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ സംസാരിച്ചു. സ്ത്രീധന തുക മൊത്തം കിട്ടാതെ ഈ കല്യാണം നടക്കത്തില്ല. എടാ കുറച്ച് പൈസയുടെ കുറവല്ലേ ഉള്ളൂ. അതിന്റെ അച്ഛൻ കല്യാണം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്ത് തരും. നിനക്ക് അച്ഛന്റെ സ്വഭാവം അറിയാല്ല. പറഞ്ഞ അമൗണ്ട് ഫുള്ള് കിട്ടാതെ ഈ കല്യാണം നടക്കത്തില്ല. എടാ കല്യാണ ലെറ്ററൊക്കെ അടിച്ചിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? നമ്മുടെ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരമല്ലേ വീട്ടിൽ സംസാരിച്ചത്. അതൊന്നും എനിക്കറിയണ്ട. പറയാനുള്ള പറഞ്ഞു എന്താ ചെയ്. എവിടെ നോക്കി വെച്ച് നടക്കുന്നേ? ഇവിടെയൊക്കെ ചാവ ഇറങ്ങിയ നീ വണ്ടി എടുക്ക്. അച്ചു അല്ലേ ഇത്? അച്ചു നീ എന്താ ഇപ്പൊ എന്റെ പ്രശ്നം? എടാ നിനക്കറിയാവുന്നല്ലേ എന്റെ കല്യാണം ഫിക്സ് ചെയ്ത കാര്യം. അതിന് നടക്കത്തില്ല. അതെന്ത്? പറഞ്ഞ സ്ത്രീധന തുക ഇപ്പൊ എന്റെ അച്ഛനെ കൊണ്ട് മൊത്തത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. അവന്റെ വീട്ടുകാരാണെങ്കിൽ അത് മൊത്തവും വേണമെന്നാ പറയുന്നത്. അവന്റെ വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ എനിക്കറിയാം. ചിലപ്പോ അതുകൊണ്ടിട്ടായിരിക്കും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത്. സ്ത്രീധന തുക എങ്ങനെയെങ്കിലും സെറ്റ് ആയാൽ തന്നെയും കല്യാണത്തിനുള്ള ചിലവ് എന്തോന്നും ഷോർട്ട് ആവൂടാ. എന്നാ നിനക്ക് വല്ല പേഴ്സണൽ ലോൺ നോക്കിക്കൂടെ? ലോണൊക്കെ ഞാൻ നോക്കിയിടാ, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. എടി എന്നാ നിനക്ക് ബജാജ് ഫിൻസർവ് നോക്കിക്കൂടെ? ബജാജ് ഫിൻസർവോ? അതിൽ നമുക്ക് എത്ര വരെ കിട്ടും? നമുക്ക് 40,000 മുതൽ 55 ലക്ഷം വരെ നമുക്ക് ഇതിന് കിട്ടും. മാത്രമല്ല ഇത് അപ്രൂവൽ ആവേണ്ടി ഒരു 5 മിനിറ്റ് മതി. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ അക്കൗണ്ടിൽ പൈസ വരും. ഇനിയിപ്പോ ഹോളിഡേ ആണെങ്കിൽ അതൊരു വിഷയമില്ല. എടാ അതിനിപ്പോ ഗ്യാരണ്ടറിന്റെ ആവശ്യമൊന്നുമില്ലേ? ഗ്യാരണ്ടറിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഫ്ലെക്സിബിൾ EMI നമുക്ക് എപ്പോ ആണെങ്കിലും റീപേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ആണോ? അത് കൊള്ളാലോ. എടി ഇതൊക്കെ ഇതുപോലത്തെ അത്യാവശ്യ കാര്യത്തിന് എടുക്കാറില്ല. ഉദാഹരണം മെഡിക്കൽ എമർജൻസി, റെനോവേഷൻ, എഡ്യൂക്കേഷൻ അങ്ങനത്തെ പർപ്പസിനൊക്കെ എടുക്കുന്നത്. എടി അതിന് എന്റെ ബയോയുടെ ലിങ്ക് കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കയറി അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും. എടാ ഇത് അറിഞ്ഞ എന്തായാലും നന്നായി. അച്ഛനോട് പറഞ്ഞ് ഇന്ന് തന്നെ സെറ്റ് ചെയ്യാം. എന്തായാലും കല്യാണ ചെലവിന് ഇതൊരു ആശ്വാസമായി. പിന്നെ ഞാൻ പറഞ്ഞെന്ന് പറയണ്ട. സ്ത്രീധനത്തുകയുടെ കാര്യം പറഞ്ഞ അവൻ ഉദ്ദേശിച്ചത് നിന്നെ ഒന്ന് പ്രാങ്കാൻ വേണ്ടിട്ടാ. കാര്യമാക്കണ്ട കേട്ടോ.